തിരുവനന്തപുരം PA അസീസ് കോളേജിനുള്ളിൽ കത്തിക്കരിഞ്ഞ മൃതദേഹം കണ്ടെത്തി. കോളേജിനുള്ളിലെ പണിതീരാത്ത കെട്ടിടത്തിനുള്ളിലാണ് മൃതദേഹം കണ്ടെത്തിയത്. കോളേജ് ഉടമ അബ്ദുൽ അസീസ് താഹയുടെ കാറും മൊബൈൽ ഫോണും പരിസരത്ത് നിന്ന് കണ്ടെത്തി. ട്രിവാൻഡ്രത്ത് കരകുളത്ത് മുല്ലശ്ശേരിയിലെ PA അസീസ് എഞ്ചിനീയറിംഗ് കോളേജിലാണ് ഈ ഒരു ദാരുണമായിട്ടുള്ള സംഭവം അരങ്ങേറിയിരിക്കുന്നത്. അതായത് ഒരു കത്തിക്കരിഞ്ഞ ഒരു മൃതദേഹമാണ് ഇവിടെ നിന്ന് കിട്ടിയത്. അതൊരു പുരുഷന്റേതാണ്. ഈ ഒരു മൃതദേഹത്തിനോടൊപ്പം തന്നെ മൊബൈൽ ഫോണും ഷൂസും അതുപോലെ പുറത്ത് ഒരു കാറും ഉണ്ടായിരുന്നു. അപ്പൊ ഈ കാർ എന്ന് പറയുന്ന ആ ഒരു കോളേജിലെ ഉടമയും അതുപോലെ ചെയർമാനുമായ കൊല്ലം സ്വദേശി മുഹമ്മദ് അബ്ദുൽ അസീസ് താഹയുടേതാണ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പം ഇദ്ദേഹത്തെ കാണാനില്ല, അതായത് മിസ്സിംഗ് ആണ് എന്നുള്ളതാണ് അവിടുത്തെ ജീവനക്കാരും പറയുന്നത്. അപ്പൊ ഈ ഒരു കത്തിക്കരിഞ്ഞ ബോഡി എന്ന് പറയുന്നത് ആ ഒരു ഉടമയുടേതാണോ എന്നുള്ളത് സംശയമാണ് വന്നിരിക്കുന്നത്. എന്തായാലും നമുക്ക് ആ വാർത്ത ഒന്ന് കേട്ടു നോക്കാം. നിലവിൽ ലഭിച്ചിരിക്കുന്ന ഈ സാഹചര്യ തെളിവുകളൊക്കെ വെച്ച് ഈ കോളേജ് ഉടമയുടെ മൃതദേഹം തന്നെയാണ് ഇത്തരത്തിൽ കണ്ടെത്തിയത് എന്ന് അനുമാനിക്കാം. PA അസീസ് കോളേജിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ കാണുന്നതാണ് PA അസീസ് കോളേജ്. ഇവിടെയാണ് ക്ലാസ്സുകളും മറ്റും നടന്നിരുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കണ്ടാൽ വ്യക്തമാകും. ഈ പ്രധാന ബിൽഡിംഗിൽ നിന്നും ഒരു കണക്ഷൻ കൊടുത്ത് തൊട്ടടുത്ത് നിർമ്മിച്ചിരിക്കുന്ന മറ്റൊരു കെട്ടിടമുണ്ട്. ഈ കെട്ടിടം ഏതാണ്ട് ഒരു ഉപയോഗശൂന്യമായി കിടക്കുന്ന കെട്ടിടം അല്ലെങ്കിൽ പണിതീരാത്ത കെട്ടിടം എന്നൊക്കെ നമുക്ക് പറയാവുന്ന തരത്തിലുള്ള ഒരു കെട്ടിടമാണ്. ഈ കെട്ടിടത്തിനുള്ളിലാണ് ഇന്ന് രാവിലെ 8 മണിയോടുകൂടി പൂർണ്ണമായും കത്തിക്കരിഞ്ഞ നിലയിൽ ഒരു മൃതദേഹം കണ്ടെത്തുന്നത്. ഈ കോളേജിലെ തന്നെ സ്റ്റാഫായ എബി എന്ന് പറയുന്ന ആളാണ് ഇത്തരത്തിൽ ആദ്യം ഇവിടെ നിന്ന് പുക ഉയരുന്നത് ആദ്യം കണ്ടെത്തിയത്. പിന്നീടാണ് പോലീസിനെ വിവരം അറിയിച്ചത്. പിന്നാലെ തന്നെ പോലീസ് ഇവിടെ വന്ന് നോക്കുമ്പോൾ പൂർണ്ണമായും കത്തിക്കരിഞ്ഞ നിലയിൽ നമ്മളിപ്പോൾ CI പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. തലയോട്ടിയും കുറച്ച് അസ്ഥികളും മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. അങ്ങനെ പൂർണ്ണമായും കത്തിക്കരിഞ്ഞ നിലയിൽ ഒരു മൃതദേഹം അവിടെ നിന്ന് കണ്ടെത്തുന്നു. അത് മാത്രവുമല്ല, ഈ മൃതദേഹത്തിന് തൊട്ടടുത്തായി തന്നെ ഒരു മൊബൈൽ ഫോണും അതുപോലെ തന്നെ ഒരു കണ്ണാടിയും കിട്ടുന്നു. പുറത്ത് ഈ ബിൽഡിങ്ങിന് പുറത്ത് നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഈ ബിൽഡിങ്ങിന്റെ തൊട്ട് വെളിയിലായി തന്നെ ഒരു കാറും പാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ മൂന്നും, അതായത് ഈ മൊബൈൽ ഫോണും ഈ കണ്ണാടിയും ഈ കാറും ഈ കോളേജിന്റെ ചെയർമാന്റേതാണ് എന്ന് ഇവിടെയുള്ള ആൾക്കാർ തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ സ്റ്റാഫുകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മുഹമ്മദ് അബ്ദുൽ ലത്തീഫ് താഹ അദ്ദേഹത്തിൻ്റെതാണ് ഈ കാറ് എന്നാണ് ഈ ആളുകളൊക്കെ തന്നെ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ അമൃത ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇത് ഈ അസീസ് താഹ തന്നെ ആകാനുള്ള ഒരു സാധ്യതയാണ് എന്നാണ് പോലീസ് പറയുന്നത്. പിന്നെ എന്തുകൊണ്ട് അതിന് ആത്മഹത്യയാണെങ്കിൽ ഇത് എന്തുകൊണ്ടാണ് എന്നൊരു ചോദ്യം തീർച്ചയായിട്ടും ഉയരും. അപ്പോൾ ഇവിടെ പരിസരവാസികളും മറ്റു ആളുകളും ഒക്കെ പറയുന്നത് പ്രകാരമാണെങ്കിൽ അദ്ദേഹത്തിന് വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നു. കാരണം 2000 ഈ കോളേജ് സ്ഥാപിക്കുന്നത്. 2000 കോളേജ് സ്ഥാപിച്ചത് ഒരു എഞ്ചിനീയറിംഗ് കോളേജായിട്ടാണ് സ്ഥാപിക്കുന്നത്. പക്ഷേ 2015 ആയപ്പോഴേക്കും ആ കോളേജിന്റെ അഫിലിയേഷൻ നഷ്ടമാകുകയാണ് ചെയ്തത്. അങ്ങനെ വളരെ പ്രശസ്തമായ ഒരു കോളേജായിരുന്നു. പക്ഷേ പിന്നീട് ഈ അഫിലിയേഷൻ നഷ്ടമായതോടുകൂടി വിദ്യാർത്ഥികൾ ഇങ്ങോട്ടേക്ക് വരാതായി. പിന്നീട് വലിയ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ ഉണ്ടായി. കുറേ കാലം കോളേജ് അടച്ചിട്ടു. അതിനുശേഷം ഇപ്പോൾ ഒരു പോളിടെക്നിക് കോളേജായിട്ടാണ് ഈ കോളേജ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇങ്ങനെ ഈ കാലയളവിൽ ഉണ്ടായ വലിയ സാമ്പത്തിക പ്രതിസന്ധിയാകാം ഈ അസീസ് താഹയെ ഇത്തരത്തിലൊരു ഒരു ആത്മഹത്യയിലേക്ക് കൊണ്ട് എത്തിച്ചത് എന്നാണ് പോലീസ് സംശയിക്കുന്നത്. പക്ഷേ ഇപ്പോഴും അദ്ദേഹം തന്നെയാണോ മരണപ്പെട്ടിരിക്കുന്നത് എന്ന് പൂർണ്ണമായും പറയാൻ പോലീസിന് സാധിച്ചിട്ടില്ല. കാരണം എന്ന് പറയുന്നത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ അസ്ഥികളും അതുപോലെ തന്നെ തലയോട്ടിയും മാത്രമാണ് ഈ സംഭവ സ്ഥലത്ത് നിന്നും ലഭിച്ചിരിക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. ഇവിടെയാണ് ബോഡി ഉണ്ടായിരുന്നത്. ഈ ബിൽഡിങ്ങിനകത്താണ്. രാവിലെ ഈ എബി എന്ന് പറയുന്ന ഇവിടുത്തെ ജീവനക്കാരനായ ആൾ പോലീസിനെ വിളിച്ചറിയിക്കുന്നത് ഇവിടെ നിന്ന് പുക ഉയരുന്നുണ്ട്. അത് മാത്രമല്ല ഇവിടുത്തെ ഈ ചെയർമാനെ കാണാനില്ല എന്നുള്ള ഒരു കാര്യം കൂടി അദ്ദേഹം അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് പോലീസ് ഇവിടെ എത്തി ഇതൊക്കെ തന്നെയും ഈ മൃതദേഹമൊക്കെ തന്നെയും കണ്ടെത്തുന്നത്. നിലവിൽ അദ്ദേഹത്തിന്റെ മകൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പം എന്താണ് ഈ മരണകാരണം? ഏറ്റവും പ്രധാനമായി എല്ലാവരും പറയുന്നത് ഇപ്പോൾ അദ്ദേഹം തന്നെയാണ് എന്ന് കണ്ടെത്തുകയാണെങ്കിൽ അതിനിപ്പോൾ DNA പരിശോധന നടത്തി വരികയാണ്. അതുപോലെ തന്നെ അമൃത, പോലീസ് പറയുന്നത് പ്രകാരമാണെങ്കിൽ അവിടെ നിന്ന് കിട്ടിയ മൊബൈൽ ഫോണും അതുപോലെ തന്നെ അവിടെ നിന്ന് കിട്ടിയ കണ്ണാടിയും ഈ അസീസ് താഹയുടേത് തന്നെയാണ്. അത് മാത്രമല്ല ഈ മൊബൈൽ ഫോണിൽ ആത്മഹത്യ എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള ചില മെസ്സേജുകൾ ഉണ്ടായിരുന്നു എന്നും പോലീസ് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം തന്നെ ആയിരിക്കാം, ഈ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം തന്നെ ആയിരിക്കാം എന്ന് പോലീസ് പറയുന്നത് അതുകൊണ്ടാണ്. പിന്നെ അത് മാത്രമല്ല ഡോഗ് സ്ക്വാഡും മറ്റും വന്ന് ഇവിടെ പരിശോധന നടത്തുകയുണ്ടായി. പോലീസും ഈ 8 മണി മുതൽ രാവിലെ 8 മണി മുതൽക്ക് തന്നെ അവരും ഇവിടെയുണ്ട്. ഈ പോലീസ് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മറ്റ് ദുരൂഹതകളൊന്നും ഉള്ളതായി അവർക്ക് തോന്നുന്നില്ല. പക്ഷേ ഏറ്റവും പ്രധാനമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് അസീസ് താഹയുടെ മൃതദേഹം തന്നെയാണോ എന്ന് കണ്ടെത്തേണ്ടതുണ്ട്. ഈ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അത് അദ്ദേഹം തന്നെയാണ് എന്ന് പറയുമ്പോഴും DNA ടെസ്റ്റ് വരാതെ പൂർണ്ണമായും കത്തിക്കരിഞ്ഞ ഒരു മൃതദേഹം ആരുടേതാണ് എന്ന് പറയുവാൻ സാധിക്കില്ല. അത് മാത്രമല്ല അല്പസമയം മുമ്പാണ് ഇവിടെ ഡോഗ് സ്ക്വാഡ് എത്തി പരിശോധന നടത്തിയത്. അതിലും മറ്റ് സംശയാസ്പദമായ ഒന്നും തന്നെ കണ്ടെത്തിയിട്ടില്ല എന്നും പോലീസും വ്യക്തമാക്കിയിട്ടുണ്ട്. എന്ത് തന്നെയായാലും നെടുമങ്ങാട് പോലീസ് ഈ സംഭവത്തിൽ വളരെ ഊർജിതമായ ഇന്ന് രാവിലെ ഇവിടുത്തെ ഒരു ജീവനക്കാരൻ, അദ്ദേഹം ഇവിടുത്തെ സെക്യൂരിറ്റി ജീവനക്കാരനാണ്, എബി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹമാണ് രാവിലെ ഈ ബിൽഡിങ്ങിനകത്ത് നിന്ന് പുക ഉയരുന്നതായി രാവിലെ കണ്ട പിന്നാലെ തന്നെ അദ്ദേഹം പോലീസിനെ അറിയിക്കുകയായിരുന്നു ഇത്തരത്തിൽ. കാരണം അവിടെ ടയറും മറ്റ് സാധനങ്ങളും ഒക്കെ തന്നെ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് കത്തിയത് എന്താണ് എന്ന് പൂർണ്ണമായി അദ്ദേഹത്തിന് മനസ്സിലായിരുന്നില്ല. പിന്നാലെയാണ് ഇത്തരത്തിൽ പോലീസിനെ വിളിച്ച് ഇവിടെ ടയർ കത്തുകയാണ് എന്നാണ് അദ്ദേഹം ആദ്യം പറഞ്ഞത്. ഇവിടെ തീപിടുത്തം ഉണ്ടായിട്ടുണ്ട്. അത് മാത്രമല്ല ചെയർമാനെ കാണാനില്ല എന്നുള്ള, പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ വണ്ടി ഇവിടെ പുറത്ത് കിടപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് കൂടിയാണ് അദ്ദേഹത്തെ കാണാനില്ല എന്നുള്ള ഒരു കാര്യം കൂടി വ്യക്തമാക്കിയത്. കാരണം ഇന്നലെ രാത്രി 11 മണി വരെ അദ്ദേഹത്തെ ഇവിടെ കണ്ട ആളുകൾ ഉണ്ട്. ഈ പറയുന്ന ആളുകളൊക്കെ തന്നെയും അദ്ദേഹത്തെ ഇന്നലെ രാത്രിയും ഇവിടെ കണ്ടിട്ടുണ്ട്. അദ്ദേഹം സ്ഥിരമായി ഇവിടെ ഇത്തരം രാത്രിയിലൊക്കെ വന്ന് നിൽക്കാറുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കാണാനില്ല എന്നുള്ള ഒരു കാര്യം കൂടി അദ്ദേഹം പോലീസിനെ അറിയിച്ചിരുന്നു. പിന്നാലെയാണ് പോലീസ് ഇവിടെ വന്ന് പരിശോധന നടത്തിയപ്പോൾ ഇത്തരത്തിൽ
പൂർണ്ണമായും തന്നെ അവിടെ നമുക്കറിയാം എപ്പോഴും ഒരു മൃതദേഹം കത്തിക്കരിഞ്ഞു എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ കത്തിക്കരിഞ്ഞ മൃതദേഹം കിട്ടി എന്നൊക്കെ പറയുമ്പോൾ മൃതദേഹം പൂർണ്ണമായി തന്നെ മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിലാണെങ്കിലും മൃതദേഹം നമുക്ക് കാണാൻ കഴിയുന്ന രീതിയിലുണ്ട്. പക്ഷേ ഈ ഒരു സംഭവത്തിൽ അത് തീർത്തും വ്യത്യസ്തമായിട്ടാണ് സംഭവിച്ചിരിക്കുന്നത്. കാരണം തലയോട്ടിയും ചെറിയ ചില ഭാഗങ്ങൾ മാത്രമാണ് ഇവിടുന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത്. അത്ര പൂർണ്ണമായും തന്നെ കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു ഇത് ഉണ്ടായിരുന്നത്. അപ്പം ഇനി മാത്രമേ, കാരണം അതുകൊണ്ട് തന്നെ പോലീസിന് ഇത് ആരുടെ മൃതദേഹമാണ് എന്ന് കണ്ടെത്താനുള്ള ഒരു വലിയ ചോദ്യചിഹ്നം ഇനിയും ബാക്കി നിൽക്കുകയാണ്. സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അസീസ് താഹയാണ് എന്ന് പറയുമ്പോൾ പോലും നമുക്ക് DNA ടെസ്റ്റിന്റെ റിസൾട്ട് വരാതെ അത് ആരാണ് എന്ന് ഒരു കാരണവശാലും പറയാൻ കഴിയാത്ത അവസ്ഥയാണ്. ഇനിയിപ്പോൾ അസീസ് താഹയാണെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹത്തിന് വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നു. കോളേജുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നു. അദ്ദേഹം കൊല്ലം പരവൂർ സ്വദേശിയാണ്. പക്ഷേ കുറേ നാളുകളായി തിരുവനന്തപുരത്ത് പേയാട് എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം താമസിച്ചു വന്നിരുന്നത്. അദ്ദേഹത്തിന് 2 ആൺമക്കളാണ് ഉള്ളത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയും 2 ആമക്കളുമാണ് ഉണ്ടായിരുന്നത്. അതിലൊരു മകൻ ഇപ്പോൾ ഇവിടെ വന്ന സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ബന്ധുക്കളോട് നമ്മൾ സംസാരിച്ചപ്പോഴും അവർ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ പറയുന്നത് ഇത് തന്നെയാണ്. അദ്ദേഹത്തിന് കുറേ നാളുകളായി വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് കോളേജുമായി ബന്ധപ്പെട്ടുള്ള അഫിലിയേഷനും അതിനുശേഷം ഉണ്ടായ വലിയ സാമ്പത്തിക പ്രതിസന്ധിയും ഒക്കെ അദ്ദേഹത്തെ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല കഴിഞ്ഞ ഏതാണ്ട് 5 മാസമായിട്ട് ഈ കോളേജിലുള്ള ആളുകൾക്ക് ശമ്പളം അടക്കം കൊടുത്തിട്ടില്ല എന്നുള്ള ഒരു കാര്യം കൂടി പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഇനി വരും മണിക്കൂറിൽ മാത്രമേ ഇത് ആരാണെന്ന് നമുക്ക് പൂർണ്ണമായും വ്യക്തമായി പറയാൻ സാധിക്കുകയുള്ളൂ. ഇതിൽ ദുരൂഹ സാഹചര്യം എന്ന് പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ചെയർമാൻ മിസ്സിംഗ് ആണ്. ചെയർമാനെ രാത്രി 11 മണിവരെയും കണ്ടവരുണ്ട് എന്നും പറയുന്നുണ്ട്. അപ്പം എല്ലാം കൂടി വെച്ച് നോക്കുമ്പോൾ ഇത് ചെയർമാന്റെ തന്നെയാണോ എന്നുള്ളൊരു ഡൗട്ട് തന്നെയാണ്. എന്തായാലും ഇതെല്ലാം DNA പരിശോധന കഴിഞ്ഞാൽ മാത്രമാണ് ശരിക്കും സത്യാവസ്ഥ എന്താണെന്ന് അറിയില്ല. ഇനി ഇതിന് പിന്നിൽ എന്താണ് എന്നുള്ള കാരണത്തെക്കുറിച്ചും വ്യക്തമായിട്ട് അറിയില്ല. സാമ്പത്തിക പ്രശ്നമാണെന്നും പറയപ്പെടുന്നുണ്ട്. എന്തായാലും ഒരു ദുരൂഹ സാഹചര്യത്തിൽ ആത്മഹത്യ മാത്രം ചെയ്യാനുള്ള സാധ്യതയൊന്നും കാണുന്നില്ല എന്ന് തന്നെയാണ് ബന്ധുക്കളും പറയുന്നത്. എന്തായാലും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് പോലീസ് ഉദ്യോഗസ്ഥന് പറയാനുള്ളത് എന്താണെന്ന് നോക്കാം. ഇവിടുത്തെ ചെയർമാനും മിസ്സിംഗ് ആണ്. അതോടൊപ്പം നമ്മൾ ഇവിടെ ഒരു താഴെ കുറച്ച് ടയർ കൂട്ടിയിട്ട് ഒരു ഡംപ് യാർഡിൽ ടയർ കത്തുന്നുണ്ട്, കുറച്ച് വേസ്റ്റ് കത്തുന്നുണ്ടെന്നും പറഞ്ഞ് ഇൻഫർമേഷൻ വന്നു. ഞങ്ങളത് വന്ന് പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അത് ആരുടെയെന്ന് നമ്മൾ 100% കൺഫേം ചെയ്തിട്ടില്ല. ഒരു തലയോട്ടിയും കുറച്ച് ബോഡി പാർട്സും ഉണ്ട്. അപ്പോൾ ബാക്കി ഞങ്ങൾ അതിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള എല്ലാ രീതിയിലുള്ള അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സ്പെക്സ് ചെയർപേഴ്സൻ്റെ ആണെന്ന് ഇവിടുന്ന് ആളുകൾ തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരു സ്പെക്സും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു മൊബൈൽ ഫോണും സ്പോട്ടിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെയുള്ള ഒരു സാധ്യത 100% ഞങ്ങൾ ഇനിയിപ്പോൾ DNA ടെസ്റ്റോടെ നടത്തിയിട്ട് തീരുമാനിക്കും. പക്ഷേ ഞങ്ങൾ മനസ്സിലാക്കുന്നിടത്തോളം സാമ്പത്തികമായൊരു തകർച്ച അദ്ദേഹത്തിനുണ്ടായിരുന്നു. കുറേ നാളായി തുടങ്ങിയിട്ട് ഈ കോളേജുമായി ബന്ധപ്പെട്ട നേരത്തെ യൂണിവേഴ്സിറ്റിയുടെ അംഗീകാരമില്ലാത്ത നിലയിലൊരു ബാച്ച് നടത്തിയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് കുട്ടികളുടെ ഭാവിയെ സംബന്ധിച്ചൊരു ഇഷ്യൂ ഈ കോളേജിൻ്റെ തകർച്ചയ്ക്ക് ഒരു ഘട്ടത്തിൽ കാരണമായി. അതിൻ്റെ ഉയർച്ചയ്ക്ക് തിരിച്ചുവരവിന് നല്ല പരിശ്രമമാണ് അദ്ദേഹം പിന്നീട് നടത്തിയത്. അതിൻ്റെ ഭാഗമായി വരുമാനക്കുറവിൽ നിന്നുള്ളൊരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ട്. കോളേജ് നല്ല നിലയ്ക്ക് നടന്നത് ജില്ലയിലെ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ഗുഡ്വില്ലുള്ളൊരു സ്ഥാപനമായിരുന്നു. ആ കോഴ്സിൻ്റെ ഒരു അംഗീകാരക്കുറവിൽ നിന്നുള്ള പ്രശ്നങ്ങളിൽ നിന്നാണ് ഇതിൻ്റെ ഇഷ്യൂ സമൂഹ മധ്യത്തിലെത്തുന്നത്. ദുബായിലെ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നടക്കം പണം എടുത്താണ് മുഹമ്മദ് അബ്ദുൽ അസീസ് മുല്ലശ്ശേരി കോളേജ് ആരംഭിച്ചത്. തുടക്കത്തിൽ നല്ല നിലയിൽ പ്രവർത്തിച്ച കോളേജ് ഇടയ്ക്ക് സാമ്പത്തിക പ്രതിസന്ധിയിലായതോടെ അടച്ചിടുകയും ചെയ്തു. വീണ്ടും വായ്പ എടുത്താണ് പ്രവർത്തനം പുനരാരംഭിച്ചത്. പ്രതിസന്ധികളെ അതിജീവിച്ച് വീണ്ടും മുന്നോട്ട് പോയെങ്കിലും പരാതികളെ തുടർന്ന് ആദായ നികുതി വകുപ്പ് കോളേജിൽ പരിശോധനയ്ക്ക് എത്തി. ഉടമയുടെ വസ്തുക്കൾ ക്രമവിക്രയം ചെയ്യുന്നത് തടഞ്ഞതോടെ മുഹമ്മദ് അബ്ദുൽ അസീസ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടാൻ തുടങ്ങി. കോളേജ് അധ്യാപകരിൽ നിന്നുൾപ്പെടെ പലരിൽ നിന്നും വൻ തുക കടം വാങ്ങി. ഡിപ്ലോമ കോഴ്സിനും മറ്റ് കോഴ്സുകളിൽ ഉൾപ്പെടെ ആകെ 350-ൽ പരം വിദ്യാർത്ഥികളാണ് ഇവിടെ പഠിക്കുന്നത്. അപ്പൊ എന്തായാലും ഈ ഒരു DNA പരിശോധന പുറത്തു വന്നാൽ മാത്രമാണ് ഇത് ആരുടെ ബോഡിയാണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ചെയർമാൻ മിസ്സിംഗ് ആയ സ്ഥിതിക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ ദുരൂഹത പറയുന്നതും ഈ ഒരു ഉടമസ്ഥന്റെ തന്നെ ആകാനും ചാൻസ് ഉണ്ട്. എന്തായാലും പുറത്തു വന്നാൽ മാത്രമാണ് ഇതൊരു സാമ്പത്തിക പ്രതിസന്ധി ആയിരുന്നോ അതോ മറ്റു വല്ല കാരണമാണോ അല്ലെങ്കിൽ ഇതിന് പിന്നിൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ പിന്നെ പോലീസിന്റെ അന്വേഷണത്തോടു കൂടി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ.